നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICCയുടെ ദേശീയ യോഗം അഹമ്മദാബാദിൽ വെച്ച് ഏപ്രിൽ 8-നും 9-നും വെച്ച് നടത്താനിരിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ച് DCCമാരുടെ നേതൃയോഗം നടത്താനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടതെങ്കിലും AICC യോഗം നടത്തവേ അത്തരത്തിൽ ഒരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് AICC യോഗം നടത്തി അതിൽ കൃത്യമായും നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നു. അതിനുശേഷം 700-ൽ പരമുള്ള DCC അംഗങ്ങളുടെ നേതൃയോഗം ഡൽഹിയിൽ വെച്ച് നടത്തും എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പല DCCകളിലും പൊളിച്ചെഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും DCCയെ ഉടച്ചു വാർക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു വരികയാണ്. രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. BJPയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സിലെ പുഴുക്കുത്തുകളെക്കുറിച്ച്. BJPയുടെ B ടീമായി നിന്നുകൊണ്ട് ഗുജറാത്തിലും ഇത്തരത്തിലുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ അതിനെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ലഭ്യമായിട്ടുണ്ട്. അത് കൃത്യമായും നോക്കുന്നത് BJP ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിലേക്ക് കടന്നുകൂടിയ പല നേതാക്കളും ടിക്കറ്റ് മോഹിച്ചുകൊണ്ട് BJPയിൽ നിന്നും ടിക്കറ്റ് കിട്ടാത്തതിനാൽ ടിക്കറ്റ് മോഹിച്ചുകൊണ്ട് കോൺഗ്രസ്സിൽ വരുന്നു. അവർക്ക് അതിലും കാര്യമായ നേട്ടം കണ്ടില്ല എന്ന് വിചാരിച്ചാൽ വീണ്ടും BJPയിലേക്ക് ചേക്കേറുന്നു. ഇതാണ് അവരുടെ അവസ്ഥ. അത്തരത്തിലുള്ള ആളുകൾ താൽക്കാലികമായി എന്ത് രീതിയിലുള്ള നേട്ടം കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് കൈവരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും അവരെ മാറ്റി നിർത്തേണ്ടതിൻ്റെ അനിവാര്യത ഗുജറാത്തിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ്. അതിന് നേർ ഉദാഹരണമാണ് ഗുജറാത്തിലെ പട്ടീദാർ പ്രക്ഷോഭ നേതാവായ ഹാർദിക് പട്ടേൽ. അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നത് സ്ഥാനങ്ങൾ ആഗ്രഹിച്ചാണ്. എന്നാൽ മതിയായ സ്ഥാനം കോൺഗ്രസ്സിൽ നിന്നും ലഭിക്കുന്നില്ല. ഗുജറാത്തിലെ PCC അധ്യക്ഷനാക്കാൻ തന്നെ നിർദ്ദേശിക്കണം ജഗദീഷ് ഠാക്കൂറിന് പകരം എന്നതായിരുന്നു ആദ്യം ഹാർദിക് മുന്നോട്ട് വെച്ച ഡിമാൻഡ്. അതൊന്നും അംഗീകരിക്കാൻ പൊടുന്നതിന് കഴിയാതെ കോൺഗ്രസ് ശക്തമായി അവരുടെ സ്റ്റാൻഡ് വെളിപ്പെടുത്തിയതോടെയാണ് BJPയിലേക്ക് പോയതും ഒടുവിൽ അദ്ദേഹം MLA ആയത്. പക്ഷേ അത്തരത്തിലുള്ള നേതാക്കളുടെ ജനപ്രീതി താൽക്കാലികം മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ദേശീയ നിർണായക യോഗത്തിന് ശേഷം DCCയുടെ ഒരു സാർവദേശിക സമ്മേളനം നടത്താനാണ് AICCയുടെ ആലോചന. അതിനുശേഷമായിരിക്കും കൃത്യമായും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പുനരാലോചന ഉണ്ടാകുന്നത്. അതായത് സംഘടനാ തിരഞ്ഞെടുപ്പ് ജനറൽ സെക്രട്ടറി പദത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. എങ്ങനെയാണോ മല്ലികാർജുൻ ഖാർഗെയെ തിരഞ്ഞെടുത്തത്, അതുപോലെ ഉൾപാർട്ടിയിൽ ജനാധിപത്യം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യത രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നു. അത്തരത്തിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ന രീതിയിൽ BJPയുടെ അറ്റാക്കിനെ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഗാന്ധി കുടുംബമാണ് കോൺഗ്രസിനെ കൈയാളുന്നത്. അവർക്ക് അഭിമതരായിട്ടുള്ളവർ മാത്രമാണ് താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുന്നതെന്നുള്ള BJPയുടെ പരിഹാസത്തെ മറികടക്കാൻ ഇതുതന്നെയാണ് ഏറ്റവും വലിയ വഴി.